തോറ്റു തോറ്റ അവസാനം നീ ഈ വീടിന്റെ മൂലയിൽ ഒതുങ്ങും, അതുറപ്പാ. അങ്ങനെയൊന്നും പ്രണവിനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? അവൻ വേറെ ഒരുത്തിയും കിട്ടൂല. എനിക്ക് പകരം വേറൊരുത്തി ഈശ്വരമംഗലത്തെ മരുമകളായിട്ട് കയറണമെങ്കിൽ പ്രണവിനെ എന്നെ കൊല്ലേണ്ടി വരും. എനിക്ക് ജീവനുണ്ടെങ്കിൽ പ്രണവിന്റെ ഭാര്യയായി ഞാൻ ഈശ്വരമംഗലത്ത് കയറിയിരിക്കും, ഉറപ്പ്. ഗൗതം, നിർമ്മല വന്നു കരുതി ഇന്ന് ഓഫീസിൽ പോകാതിരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഓഫീസിൽ പോകണമെന്നൊന്നും നേരത്തെ തീരുമാനിച്ചിരുന്നല്ല. പക്ഷേ നിർമ്മലമ്മ വന്നു കഴിഞ്ഞ് മൂക്കിന് ബ്ലഡൊക്കെ വന്നു കഴിഞ്ഞപ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥത. സത്യം പറഞ്ഞാൽ മനസ്സിന് വല്ലാത്തൊരു പേടി. നിർമ്മലമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് കഷ്ടമല്ലേ? ആ പാവത്തിന് സ്വന്തം മകനെ ഒന്ന് അരികിൽ കിട്ടിയത് പോലുമില്ല ഇതുവരെ. മരിക്കുന്നതിന് മുമ്പേ സ്വന്തം മകനെ ഒന്ന് അരികിൽ വേണമെന്ന് ആ അമ്മ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിർമ്മലമ്മയുടെ മകനും ആ അമ്മയെ കണ്ടെത്തി അരികിലെത്തണമെന്ന് ആഗ്രഹിക്കാതിരിക്കുമോ? നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. നിർമ്മല ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോ. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അതല്ല, ആശുപത്രിയിലായിരുന്നെങ്കിൽ എപ്പോഴും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കണ്ണുണ്ടാവുമായിരുന്നല്ലോ, അതാ ഉദ്ദേശിച്ചത്. അമ്മ പറഞ്ഞത് ശരിയാ. നമുക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയല്ലോ നിധി. ഏയ് ആന്റി, അങ്ങനെ ആശുപത്രിയിലൊന്നും കൊണ്ട് നിർത്താൻ പറ്റില്ല. അത് അപകടമാണ്. അപകടോ? എന്താ അപകടം? ആശുപത്രിയിൽ നിന്ന് എന്താ ആപത്ത് വരാനാ? അത് വേറൊന്നുമല്ല, നമുക്ക് ഏത് സമയവും ആശുപത്രിയിൽ പോയി നോക്കാനൊന്നും പറ്റില്ലല്ലോ. അവിടെ തനിച്ചു കിടന്ന് ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടും. അത് കൂടുതൽ ദോഷം ചെയ്യുള്ളൂ. ഇവിടെ ആവുമ്പോ ഞാനുണ്ട്, ഗൗതമുണ്ട്, പിന്നെ അമ്മയും ഉണ്ട്. എല്ലാവരുടെയും കൂടെ ഇഴുകിച്ചേർന്ന് പോകുമ്പോ അതായിരിക്കും കൂടുതൽ നല്ലതെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്തോ എന്റെ ഉള്ളിലൊരു ഭയമുണ്ട്. അല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അതിനിപ്പോ ഒരു വിലയില്ലല്ലോ. അമ്മേ, നിർമ്മല അമ്മ ഇവിടേക്ക് കൊണ്ടുവന്നത് അമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ അല്ലേ നിധി? ഏയ് അങ്ങനൊന്നുമില്ല. നിർമ്മലാന്റിയുടെ മുക്കിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നത് കണ്ടപ്പോ അമ്മയൊന്ന് പേടിച്ചുപോയി, അത്രേ ഉള്ളൂ. പേടി അതെനിക്കുണ്ട്. സത്യം പറഞ്ഞ വർക്ക് ചെയ്യാന്ന് കരുതി ഫയലൊക്കെ എടുത്തു വെച്ചിട്ട് അതിലൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല എനിക്ക്. ഗൗതം ഇവിടെ വന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കണ്ട, വാ ഇങ്ങോട്ട്. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് ഫയലൊക്കെ നോക്കിയാൽ മതി. വന്നേ, വാ. എടാ, നീ ഇതെപ്പോ വന്നു? ഡാ, ചോദിച്ചേ കേട്ടില്ലേ? ഞാൻ ചോദിച്ചൊന്നും നീ കേട്ടില്ലേ? നീ എന്ത് ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ വേറൊരു കാര്യം ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. വേറൊരു കാര്യോ? പരിസരബോധം പോലും ഇല്ലാതിരുന്ന് ആലോചിക്കാനും മാത്രം അത്ര വലിയ കാര്യം എന്താണ് നിന്റെ ഉള്ളില്? അതൊക്കെ ഉണ്ടമ്മേ. ഇവനെ ഒരു പണി പറ്റിച്ചിട്ടുണ്ട്. എന്താ നിധി, എന്താ കാര്യം? അമ്പലത്തിൽ വെച്ച് ഓഫീസിലെ തിരക്കിന്റെ കാര്യവും പറഞ്ഞ് ഇവൻ വെപ്രാളം പിടിച്ചു പോയത് എവിടേക്കാന്നറിയോ? ഇവൻ പോകുന്ന കരുതിയാണ് ഞാൻ ഓഫീസിൽ പോകാറുന്നത്. പക്ഷെ എങ്ങനെയാ, ഇവന് പ്രണയം തലക്ക് പിടിച്ചിരിക്കല്ലേ? നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. എന്റെ അമ്മ, ഇവൻ ഓഫീസിലേക്കൊന്നും അല്ല പോയത്. ഇവൻ ഐശ്വര്യ കാണാൻ പാർക്കിൽ പോയിരിക്കായിരുന്നു. ആഹാ, അത് കൊള്ളാലോ. എന്നിട്ട് എന്താ ഐശ്വര്യ കണ്ടോ? നീ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു അവളോട്.
എന്തുപറ്റിയടാ? ഐശ്വര്യ നീ കണ്ടില്ലേ? അതെങ്ങനെയാ? ആ പെങ്കൊച്ചിന്റെ അരികിലേക്ക് ചെന്നാൽ ഇവന്റെ മുട്ടു വരയ്ക്കും. പിന്നെ വാ തുറന്നു വല്ലതും പറയുന്നത് എങ്ങനെയാ? ഇത് നടക്കുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. അതെ, നടക്കില്ല. അങ്ങനെ തന്നെ അങ്ങ് വെച്ചോ. ഓ, നിങ്ങളോട് ഐശ്വര്യയുടെ വീട്ടിൽ പോയിന്ന് സംസാരിക്കാൻ പറഞ്ഞ കേൾക്കില്ലല്ലോ. വെറുതെ ഇതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. സൗകര്യം ഉണ്ടെങ്കിൽ ആ ബന്ധം ഒന്ന് പറഞ്ഞുറപ്പിക്കാനെങ്കിലും നോക്ക്. അല്ലാതെ ഇപ്പൊ ഞാനെന്തു പറയാനാ? നീ അടുക്കളയിലോട്ടൊന്നു വാ, അവിടെ കുറച്ച് ജോലിയുണ്ട്. വാ. അമ്മ പറഞ്ഞത് സത്യ ഗൗതം. ഉം. ഇനി ഇതിങ്ങനെ വെച്ച് നീട്ടുന്നതിൽ അർത്ഥമില്ല. പ്രണവിനെ കൊണ്ട് എല്ലാം ഐശ്വര്യോട് തുറന്നു പറയാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഉം. നമ്മൾ ഇതിൽ ഇടപെട്ടാലേ ഇനി കാര്യം നടക്കൂ. ഗൗതം തന്നെ ആലോചിക്ക. എന്നിട്ട് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്ക. അവരുടെ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഐശ്വര്യയെ പോയി കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഉം. പക്ഷെ എത്രയും പെട്ടെന്ന് ഐശ്വര്യയുടെയും പ്രണവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഉം. തീരുമാനം എന്ന് പറഞ്ഞാൽ വിവാഹം തന്നെ തീരുമാനിക്കണം. കേട്ടല്ലോ? ഉം. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ആ. ഉം. ഉം. നീ ഇതിനകത്ത് തന്നെ ഇരുന്നാൽ മതി. ഞാൻ വിളിക്കുമ്പോൾ അകത്തേക്ക് വരണം. ശരി സർ. കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരൂ. വസുന്ധര ഇങ്ങനൊരവസ്ഥയെ കാണേണ്ടി വരുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഈശ്വരമംഗലം എന്ന തലയെടുപ്പുള്ള സാമ്രാജ്യത്തിലെ തലകുനിക്കാത്ത രാജ്ഞിയായി വാണ വസുന്ധര മാഡത്തിന് ഇങ്ങനൊരു ഒളിവ് ജീവിതം ജാതകവതിയായിരിക്കാം. ഈ വിധി എനിക്ക് ജാതകദോഷം സമ്മാനിച്ചതല്ല. ഞാൻ ഇങ്ങനെ ഒരു ഗതികേടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാണ് മിസ്റ്റർ CKC. ആ പ്രോപ്പർട്ടി വാങ്ങിക്കൊള്ളാമെന്ന് അവസാന നിമിഷം വരെ എനിക്ക് ഉറപ്പ് തന്നിട്ട് നിധി എന്തോ ഓലപ്പാമ്പ് കാണിച്ച് വിരട്ടിയപ്പോ രജിസ്ട്രേഷനിൽ നിന്ന് പിന്മാറി മാളത്തിൽ കയറി എഴഞ്ഞു മറഞ്ഞവരല്ലേ നിങ്ങള്? വസുന്ധരയ്ക്ക് എന്തും പറയാം, പക്ഷേ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതായിരുന്നു. പക്ഷേ അതിന്റെ പേരിൽ ആ നിധി വസുന്ധരയെ പടിയടച്ച് പിണ്ണം വെച്ച് കളയുമെന്ന് ഞാൻ കരുതിയതേയില്ല.